ശാന്തമായിട്ടിരിക്കാം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ലഭിക്കുന്ന സാക്ഷ്യങ്ങൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒക്കെ ആയിട്ട് കൃത്യമായിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം എഴുതി സ്റ്റാളിൽ ഏൽപ്പിച്ചാൽ വ്യാഴാഴ്ച ദിവസത്തെ ശുശ്രൂഷയുടെ സമയത്ത് അത് വായിക്കുന്നതായിരിക്കും. സ്റ്റാളിലോ കൗണ്ടറിലോ ഏൽപ്പിക്കാവുന്നതാണ്. സന്താന സൗഭാഗ്യത്തിന്റെ സാക്ഷ്യവും ഉദരത്തിൽ വെച്ച് കുഞ്ഞിന് അത്ഭുതകരമായ സൗഖ്യം ലഭിച്ചതിന്റെ സാക്ഷ്യവും കുഞ്ഞിനെയുമായിട്ട് അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാവുന്നതാണ്. അതുപോലെ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ് രോഗങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ഓപ്പറേഷൻ കൂടാതെ തന്നെ സൗഖ്യപ്പെട്ടതിന്റെ സാക്ഷ്യങ്ങളും നിങ്ങൾക്ക് മെഡിക്കൽ റിപ്പോർട്ടുകളോടുകൂടെ അൾത്താരയിൽ വന്ന് അനുവാദത്തോടുകൂടെ പറയാവുന്നതാണ്. ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ബീന, കുന്നോത്ത് താമസിക്കുന്നു. എൻ്റെ മകൾക്ക് വേണ്ടിയാണ് ഈ സാക്ഷ്യം. മകൾ ഇപ്പോൾ PG 2ാം വർഷം പഠിക്കുന്നു. മോൾക്കിടയ്ക്കിടയ്ക്ക് തലവേദനയും പനിയും ശക്തമാകുമ്പോൾ ഛർദിയും വന്നിരുന്നു. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ ഇത് ഇടയ്ക്കിടെ ഉണ്ടായിക്കൊണ്ടിരുന്നു. തലവേദന വരുന്ന സമയങ്ങളിൽ ഡോക്ടറെ കാണുകയും മരുന്ന് കഴിക്കുകയും ചെയ്തിരുന്നു. എല്ലാ ആഴ്ചയും ഇവിടെ വന്ന് പ്രാർത്ഥിക്കാനും അച്ഛൻ്റെ ബ്ലെസ്സിങ് വാങ്ങാനും ഭാഗ്യം ലഭിച്ച ഒരു കുടുംബമാണ് ഞങ്ങളുടേത്. മോളുടെ കാര്യം അച്ഛനോട് പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. കഴിഞ്ഞയാഴ്ച വീണ്ടും തലവേദന ശക്തമായി വരികയും ഇരിട്ടിയിലെ അമല ഹോസ്പിറ്റൽ ഡോക്ടറെ കാണിക്കുകയും ഡോക്ടർ MRI, ECG എന്നിവ ചെയ്ത് ന്യൂറോ ഡോക്ടറെ കാണാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഞാൻ വീട്ടിലെത്തി. അപ്പോൾ തന്നെ ആവിലായിലേക്ക് വരികയും ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിനുശേഷം MRI, ECG എന്നിവയുടെ റിസൾട്ട് വന്നപ്പോൾ അത് നോർമലാണ് എന്ന് ഡോക്ടർ സാക്ഷ്യപ്പെടുത്തി. ഇന്നലെ ഞാൻ പിന്നെ നിംസ് ഹോസ്പിറ്റലിൽ നിന്ന് ടെസ്റ്റുകൾ വീണ്ടും നടത്തി. ന്യൂറോ സർജൻ MRI, ECG ഇവയെല്ലാം വീണ്ടും നോക്കി യാതൊരു കുഴപ്പവുമില്ല എന്ന റിസൾട്ട് നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചു. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ഛനും നന്ദി പറയുന്നു. ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് അനില, വീട് കുടിയാൻമല. എനിക്ക് വയറുവേദനയും അസ്വസ്ഥതയും ഉണ്ടായ സമയത്ത് ഞാനിവിടെ സാക്ഷ്യം എഴുതിയിടാമെന്ന് നേർന്നതിനെ തുടർന്ന് ആ അസ്വസ്ഥത മാറിക്കിട്ടി. അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞ് ഇവിടെ അച്ഛൻ്റെ അടുത്ത് വരികയും ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുകയും കുഞ്ഞുണ്ടായിക്കഴിഞ്ഞ് കുഞ്ഞിനോടൊപ്പം ഇവിടെ വന്ന് മുട്ടിൽ നീന്തിക്കൊള്ളാമെന്ന് നേർന്നതിൻ്റെ ഫലമായി നല്ല ആരോഗ്യമുള്ള സൗന്ദര്യമുള്ള ഒരു കുഞ്ഞിനെ ദൈവം നൽകി അനുഗ്രഹിച്ചു. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ഛനും നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് രചന. ഞാൻ നെടുമ്പറഞ്ചാലിൽ നിന്നാണ് വരുന്നത്. എനിക്ക് ലഭിച്ച 2 അനുഗ്രഹങ്ങൾ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. ഒന്നാമത്, എൻ്റെ അച്ഛനൊരു ഹാർട്ട് പേഷ്യൻ്റ് ആയിരുന്നു. 18 വർഷങ്ങൾക്ക് മുമ്പ് ഹാർട്ട് അറ്റാക്ക് വന്നിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ അദ്ദേഹത്തിന് പനിയൊക്കെ വന്ന് ആകെ ക്ഷീണിതനായിരുന്നു. കൂടാതെ കൈക്ക് നല്ല വേദനയും ഉണ്ടായിരുന്നു. ഡോക്ടറെ കണ്ടപ്പോൾ ECG എടുക്കുകയും ചെറിയ വേരിയേഷൻ ഉണ്ട്, എക്കോ എടുക്കാനും പറഞ്ഞു. ഞാൻ ഈശോയോട് അപേക്ഷിച്ചു. ഈശോയെ, എക്കോ ചെയ്യുമ്പോൾ റിസൾട്ട് നോർമലായാൽ ഞാൻ സാക്ഷ്യപ്പെടുത്തി ഇട്ടേക്കാമെന്ന് നേർന്നു. എക്കോ ചെയ്തപ്പോൾ റിസൾട്ട് നോർമലാണെന്ന് ഡോക്ടർ പറഞ്ഞു. രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ മകന് വേണ്ടിയാണ്. എൻ്റെ മകൻ 6 വയസ്സാണ്. അവന് പനി വന്ന് ഒരാഴ്ചയോളം ആയിട്ടും മരുന്ന് കഴിച്ചിട്ടും പനി കൂടിയും കുറഞ്ഞു വരുന്നു. ഞാൻ ഈശോയോടും മാതാവിനോടും അമ്മ ത്രേസ്യായോടും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ മകൻ്റെ പനി പൂർണ്ണമായി ഭേദമായി. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ഛനും നന്ദി പറയുന്നു. എൻ്റെ പേര് ഷിനു ജോസഫ്. നെടുമ്പുറഞ്ചാലി ഇടവകയിൽ താമസിക്കുന്നു. എനിക്ക് 38 വയസ്സായിട്ടും വിവാഹം നടക്കുന്നില്ലായിരുന്നു. ആവിലായിൽ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം 39ാമത്തെ വയസ്സിൽ എൻ്റെ വിവാഹം നടന്നു. ഇപ്പോൾ എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 2 വർഷമായി. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും നന്ദി പറയുന്നു. ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് കുട്ടിയമ്മ. ഞാൻ കരിക്കോട്ടക്കരിയിൽ നിന്നും വരുന്നു. ഞാൻ ഈ കത്തെഴുതുന്നത് എൻ്റെ മകന് വേണ്ടിയാണ്. അവൻ 1 മാസം
ഇയർ ബാലൻസിന്റെ പ്രശ്നമുണ്ടായിരുന്നു. അവൻ ഡ്രൈവറായി ജോലി നോക്കുന്ന വ്യക്തിയാണ്. ഞാൻ ഇവിടെ വന്ന് 5 ആഴ്ചയിൽ ആരാധനയിലും കുർബാനയിലും പങ്കെടുത്ത് അവനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അവന് ഇപ്പോൾ രോഗത്തിന് നല്ല കുറവുണ്ട്. ഈ അനുഗ്രഹം തന്ന ബന്ധനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്വസ്ത്രം. എൻ്റെ പേര് സാൻജോ റോജി, കുറ്റ്യാടി ചാപ്പൻതോട്ടം ഇടവകാംഗമാണ്. എനിക്ക് കുറേ നാളുകളായിട്ട് മൂക്കിൽ അഡിനോയിഡ് കൂടിയ അവസ്ഥയായിരുന്നു. മരുന്നുകൾ കഴിച്ചെങ്കിലും യാതൊരു കുറവും ഉണ്ടായില്ല. അവസാനം ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ ഇരിക്കെ ഞാൻ ആവിലാപ്പള്ളിയിൽ വന്ന റാപ്സനച്ചനെ കണ്ട് അനുഗ്രഹം വാങ്ങുകയും പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുകയും ചെയ്തു. അച്ഛൻ പറഞ്ഞു, മോനെ ഈശോ സ്നേഹിക്കുന്നു, കുഞ്ഞ് ഈശോയുടെ മകനാണ് എന്ന് 100 പ്രാവശ്യം പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി ഈശോ അവന് പൂർണ്ണ സൗഖ്യം നൽകി അനുഗ്രഹിച്ചു. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ചനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിരുന്ന അഡിനോയിഡ് കർത്താവ് തന്റെ വചനം അയച്ച് സുഖപ്പെടുത്തിയതിനെ ഓർത്തവർക്ക് വിളിക്കാം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് റിയ, ചേമ്പോലപ്പറമ്പിൽ ചെടിക്കുളം ഇടവകാംഗം. എനിക്ക് കിട്ടിയ 2 അനുഭവം സാക്ഷ്യപ്പെടുത്തുകയാണ്. കീമെസ് എക്സാമിന് മുമ്പായി അച്ഛനെ വന്ന് കാണുകയും ഒരു പ്രാർത്ഥന അച്ഛൻ ചൊല്ലിത്തരികയും ഈ പ്രാർത്ഥന പഠിക്കുമ്പോഴും പരീക്ഷ അറ്റൻഡ് ചെയ്യുമ്പോഴും ചെല്ലാനും പറഞ്ഞു. ഇതായിരുന്നു ആ പ്രാർത്ഥന: ഈശോയുടെ ജ്ഞാനം എന്നിൽ നിറയുന്നു, ഈശോ എന്നെ മുന്നോട്ട് നയിക്കുന്നു. എക്സാമിന് പോകുമ്പോൾ പോലും ഇല്ലാത്ത ഒരു ടെൻഷനായിരുന്നു എനിക്ക്. ആ സമയത്തും ഈ പ്രാർത്ഥന ചൊല്ലി. പിന്നീട് എക്സാം കഴിഞ്ഞിട്ടും നിയോഗം കെട്ടി പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥനകളുടെ ഫലമായി കീമിൽ നല്ല റാങ്കും തുടർന്ന് വയനാട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷനും എനിക്ക് ലഭിക്കുകയുണ്ടായി. രണ്ടാമത്തെ സാക്ഷ്യം ഞാൻ 10ൽ പഠിക്കുമ്പോൾ കിട്ടിയ അനുഗ്രഹത്തെക്കുറിച്ചാണ്. സാക്ഷ്യപ്പെടുത്താൻ താമസിച്ചതിന് ക്ഷമ ചോദിക്കുന്നു. SSLC എക്സാമിൻ്റെ സമയത്ത് ആവശ്യമില്ലാത്ത ടെൻഷൻ കാരണം പഠിക്കുവാൻ ബുദ്ധിമുട്ടായിരുന്നു. അന്ന് ഞാൻ അച്ഛനെ വന്ന് കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ജ്ഞാനത്തിൻ്റെ പ്രാർത്ഥന അച്ഛൻ ചൊല്ലിച്ചെരുകയും ചെയ്തു. റിസൾട്ട് വന്നപ്പോൾ എനിക്ക് 8 A+ഉം 2 Aയും കിട്ടി. ഇത്രയേറെ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ചനും നന്ദി പറയുന്നു. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ലീല, ഞാൻ ചരൾ എന്ന സ്ഥലത്തു നിന്ന് വരുന്നു. എൻ്റെ മകന് വിദേശത്ത് ജോലി ലഭിച്ച് ഏജൻസി മുഖേന പോകുവാൻ സാധിച്ചെങ്കിലും അവർക്ക് കൊടുക്കുവാനുള്ള മുഴുവൻ തുകയും ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. നിരവധി ബാങ്കുകളിൽ ലോണിന് അപേക്ഷിച്ചിരുന്നു. ലോൺ കിട്ടിയാലും തന്നെ പണം അടച്ചു തീർത്തോളാം എന്ന് ഞങ്ങൾ അവരോട് പറഞ്ഞിരുന്നു. ഏജൻസിക്കാർ തന്നെ കാലാവധി കഴിഞ്ഞു, എത്രയും പെട്ടെന്ന് പണം അടച്ചു തീർക്കണം, ഇല്ലെങ്കിൽ വിസ ക്യാൻസൽ ചെയ്യുമെന്നും പറഞ്ഞു. ലോൺ കിട്ടിയില്ല. പറഞ്ഞ സമയത്ത് പണം അടച്ചു തീർക്കാനും പറ്റിയില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നപ്പോഴാണ് ഞാൻ ഓടി ആവിലാപ്പള്ളിയിലെ അമ്മയുടെ തിരുസന്നിധിയിൽ വന്നത്. എൻ്റെ അവസ്ഥകളൊക്കെ അമ്മയോട് ഞാൻ പറഞ്ഞു കരഞ്ഞു, പ്രാർത്ഥിച്ചു. തടസ്സങ്ങൾ മാറ്റി തരണമെന്നും എങ്കിൽ സാക്ഷ്യം എഴുതി തന്നേക്കാമെന്നും ഞാൻ നേർന്നു. റാപ്സനച്ചനെ കണ്ട് പ്രാർത്ഥനാ സഹായവും ആവശ്യപ്പെട്ടു. അച്ഛൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അതിൻ്റെ ഫലമായി എൻ്റെ മകന് ഏജൻസിക്കാർ കുറച്ച് ഇളവ് നൽകി. വീടിൻ്റെ ആധാരം അവർക്ക് കൊടുക്കണമെന്നും ജോലി ചെയ്ത തുക അടച്ചു തീർത്താൽ ആധാരം തിരികെ തരാമെന്നും അവർ പറഞ്ഞു. അവന് അതിന് സമ്മതമാണെന്ന് എഴുതി കൊടുത്തു. ഇപ്പോൾ അവന് ഒരു കുഴപ്പവുമില്ലാതെ അവിടെ ജോലി ചെയ്യുന്നു. എൻ്റെ പ്രാർത്ഥന കേട്ട ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ചനും നന്ദി പറയുന്നു. ഈശോയ്ക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് അലീന, ഞാൻ കേരളത്തിൽ നിന്ന് വരുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് സാക്ഷ്യം പറയുന്നു. ഇവിടെ 6 ആഴ്ചയിൽ വരികയും മുട്ടിലിരിഞ്ഞ് പ്രാർത്ഥിക്കുകയും ഓരോ തവണ വരുമ്പോഴും നിയോഗം എഴുതി കെട്ടിയിടുകയും ചെയ്തതിൻ്റെ ഫലമായി എൻ്റെ UK പോകാനുള്ള എല്ലാ തടസ്സങ്ങളും മാറി എനിക്ക് വിസ നൽകി ഈശോ അനുഗ്രഹിച്ചു. ഞാൻ എല്ലാ ദിവസവും കർത്താവെ അങ്ങയുടെ കരുണയിൽ എന്ന പ്രാർത്ഥന 33 പ്രാവശ്യം ചെല്ലുകയും ഈശോയെ എന്ന് 101 പ്രാവശ്യം വിളിക്കുകയും ചെയ്യുമായിരുന്നു. ഈശോയുടെ മകളാൻ ഞാൻ ഈശോ എന്നെ സ്നേഹിക്കുന്നു എന്ന് 33
തവണ ഏറ്റുപറയുകയും ചെയ്തു. എനിക്ക് ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സൻ അച്ഛനും നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. ഈശോയേ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് സന്ധ്യ, സ്ഥലം പേരാവൂർ. എൻ്റെ മകൾ ജർമ്മനിയിൽ പോകാനായി ഒരവസരം ലഭിക്കാതെ നിൽക്കുകയായിരുന്നു. ഒരുപാട് വഴികൾ നോക്കിയെങ്കിലും ഒന്നും ശരിയായില്ല. ഞാൻ ആവിലായിൽ വന്ന് മുട്ടിലിഴഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അതേ ദിവസം തന്നെ അവൾക്കൊരു വഴി തെളിഞ്ഞു വന്നു. അവൾക്ക് ഇങ്ങനെ ഒരു അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. എൻ്റെ അമ്മയ്ക്ക് തലവേദന വന്നപ്പോൾ ആസ്പത്രിയിൽ കൊണ്ടുപോയി. അങ്ങനെ ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു അമ്മയ്ക്ക് സ്ട്രോക്ക് ആണെന്ന്. എത്രയും വേഗം മംഗലാപുരം കൊണ്ടുപോയി കൊള്ളാൻ പറഞ്ഞു. അവിടെ 6 ദിവസം ആസ്പത്രിയിൽ കിടന്നു. പോരുന്ന ദിവസം രാത്രി അമ്മയ്ക്ക് നല്ല പനിയായിരുന്നു. ഈശോയെ അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു എന്ന പ്രാർത്ഥന 33 പ്രാവശ്യം ചൊല്ലി ഈശോയെ അമ്മയെ ആവില അമ്മയ്ക്ക് സമർപ്പിച്ചു. പെട്ടെന്ന് അമ്മയുടെ പനി കറഞ്ഞു. ഞങ്ങൾക്ക് ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നുവെന്ന് സുശീല, തിരൂർ. കരമടിച്ച് നന്ദി പറയാം. നമുക്ക് കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് ചൊല്ലാം. ഈശോയെ അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ആവിലായിലെ ശുശ്രൂഷകളിലൂടെ 1 കോടി മനുഷ്യരെ തിരുരക്തത്താൽ കഴുകണമേ. പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ. പ്രേക്ഷിതരാക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിന്റെ മേൽ കരുണയായിരിക്കണമേ. ആമേൻ. ആമേൻ. ദൈവത്തിന് മഹത്വം. എൻ്റെ പേര് മേഴ്സി, നടുവിൽ നിന്ന് വരുന്നു. എൻ്റെ ഇളയ മകൾക്ക് അലർജിയുടെ അസുഖം മൂലം ദേഹത്ത് വെളുത്ത പാടുണ്ടായിരുന്നു. ഈശോയുടെ മുമ്പിൽ ഞാൻ എഴുതി കെട്ടിയിട്ട് പ്രാർത്ഥിച്ചു. ഈശോ അവളുടെ രോഗം എടുത്തു മാറ്റി. അതുപോലെ തന്നെ മൂത്ത മകളുടെ BDS പരീക്ഷയ്ക്ക് നല്ല വിജയത്തിനായും ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അവൾ നല്ല മാർക്കോടെ പാസ്സായി. എൻ്റെ പ്രാർത്ഥന കേട്ട് ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും നന്ദി പറയുന്നു. നന്ദി പറയാം. വിളിക്കാം. ഈശോയ്ക്ക് നന്ദിയുണ്ട്. എൻ്റെ മോൾക്ക് ദുബായിൽ നല്ലൊരു ഹോസ്പിറ്റലിൽ നേഴ്സായി ജോലിക്ക് വേണ്ടി ബന്ധിതനായ യേശുവിൻ്റെ തിരുസ്വരൂപത്തിൻ്റെ മുമ്പിൽ ഞാൻ അപേക്ഷ സമർപ്പിച്ചിരുന്നു. അവൾക്ക് നല്ലൊരു ആസ്പത്രിയിൽ ജോലി നൽകി ഈശോ അനുഗ്രഹിച്ചു. ജോലി തന്ന് അനുഗ്രഹിച്ച ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും 1000 നന്ദി പറയുന്നുവെന്ന് ഫിലോമിന, കീഴ്പള്ളി. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. എൻ്റെ പേര് റോസമ്മ, ഞാൻ കീഴ്പള്ളിയിൽ നിന്നും വരുന്നു. എൻ്റെ മകൾ ഏഞ്ചലിന് വേണ്ടിയാണ് ഈ സാക്ഷ്യം എഴുതുന്നത്. അവൾ ഓസ്ട്രേലിയയിൽ കെയററായി ജോലി ചെയ്യുന്നു. വിസയുടെ സമയം തീരാറായപ്പോൾ വിസയ്ക്ക് അപേക്ഷിച്ചു, അത് കിട്ടിയില്ല. രണ്ടാമതും വെച്ചു, അത് റിജക്ഷനായി. മറ്റുള്ളവർക്ക് വിസ കിട്ടുകയും ചെയ്തു. മൂന്നാമത് വെച്ചു, 8 ആഴ്ചയ്ക്കുള്ളിൽ വിസ കിട്ടേണ്ടതാണ്. 8ാമത്തെ ആഴ്ചയുടെ ബുധനാഴ്ചയായി. ഒരു വിവരവുമില്ല. ആ ആഴ്ചയിൽ ഞാൻ ആവിലായിൽ വന്നപ്പോൾ വിസ കിട്ടിയില്ലെങ്കിൽ ഉണ്ടാകുന്ന എല്ലാ സങ്കടവും ഈശോയുടെ മുമ്പിൽ പറഞ്ഞ് ഈശോയ്ക്ക് ഞാനൊരു കത്തെഴുതി. എൻ്റെ ഹൃദയവേദന മുഴുവനും അതിലുണ്ടായിരുന്നു. ഞാനത് ബന്ധിതനായി ഈശോയുടെ മുമ്പിൽ കെട്ടിയിട്ട് പ്രാർത്ഥിച്ചു. 12/9/24 ആരാധനയുടെ സമയത്ത് വിസ തടസ്സം മാറുന്നുവെന്ന് അച്ഛൻ വിളിച്ചു പറഞ്ഞു. അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും വിസ വന്നെന്ന് പറഞ്ഞ് മകൾ വിളിച്ചു. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് ഹൃദയ, കൊട്ടിയൂരിൽ നിന്നും വരുന്നു. എനിക്ക് കഴിഞ്ഞ മെയ് മാസത്തിൽ നടന്ന OET എക്സാമിൽ എല്ലാ വിഷയത്തിനും B ഗ്രേഡ് വാങ്ങാൻ കഴിഞ്ഞു. എനിക്ക് ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു.
എൻ്റെ പേര് മേരി. ഞാൻ കരിക്കോട്ടക്കരി ഇടവകാംഗമാണ്. എൻ്റെ മകന് കിട്ടിയ വലിയ ഒരു അനുഗ്രഹം പറയുവാനാണ് ഇത് എഴുതുന്നത്. അവൻ നേഴ്സിംഗ് കഴിഞ്ഞ OET പഠിക്കുകയായിരുന്നു. അച്ഛനെ വന്ന് കണ്ട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുകയും അച്ഛൻ പറഞ്ഞ ഡേറ്റിൽ എക്സാം എഴുതുകയും ചെയ്തു. കൂടാതെ മോൻ എക്സാം എഴുതുന്ന സമയം മുഴുവനും ഞാൻ ആവിലായിൽ വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ OET നല്ല സ്കോർ നേടി അവൻ പാസ്സായി. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. എൻ്റെ പേര് അന്നമ്മ, സ്ഥലം കോളിക്കടവ്. ബന്ധിതനായ യേശുവിൻ്റെയും കർമ്മല മാതാവിൻ്റെയും അമ്മ ത്രേസ്യായുടെയും മധ്യസ്ഥതയാൽ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞങ്ങളുടെ സ്ഥലം വിൽക്കുവാനും കൊച്ചു മക്കൾ 2 പേർക്കും വിദേശത്ത് പഠിക്കുവാനുമുള്ള കൃപ നൽകി ഈശോ അനുഗ്രഹിച്ചു. ഈ അനുഗ്രഹങ്ങൾക്ക് ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. ഈശോയ്ക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് അമല സോണി, സ്ഥലം ഒറ്റപ്ലാവ്. ഞാൻ നഴ്സിംഗ് കഴിഞ്ഞ് OET പഠിക്കുകയായിരുന്നു. OET പഠിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ആവിലായിൽ വന്ന് പ്രാർത്ഥിച്ചിരുന്നു. OET എക്സാമിന് ഡേറ്റ് എടുക്കാൻ കോൺഫിഡൻസ് കിട്ടാത്ത ഒരവസ്ഥയായിരുന്നു. ഇവിടെ വന്ന് അച്ഛൻ പറഞ്ഞതനുസരിച്ച് ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയതോടെ എനിക്ക് ധൈര്യം കിട്ടാൻ തുടങ്ങി. എക്സാമിന് മുമ്പ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചിരുന്നു. അച്ഛൻ പ്രാർത്ഥിക്കുകയും ഇതുവരെ കാത്ത ദൈവം ഇനിയും കാത്തുകൊള്ളും എന്ന് പറഞ്ഞ് ശക്തിപ്പെടുത്തുകയും ചെയ്തു. OET എക്സാമിന് മുമ്പ് ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നു. എക്സാം ബുദ്ധിമുട്ടായിരുന്നു, എന്നാൽ എനിക്ക് കർത്താവിൽ വിശ്വാസമുണ്ടായിരുന്നു. റിസൾട്ട് വന്നപ്പോൾ ഫുള്ള് B സ്കോറോടെ ഞാൻ പാസ്സായി. എന്നെ അനുഗ്രഹിച്ച ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ഛനും നന്ദി പറയുന്നു. ഈശോയ്ക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. ഞാൻ ഷീല, എടത്തൊട്ടിയിൽ നിന്നും വരുന്നു. ഞങ്ങളുടെ മോൻ ജോമിത് ജോർജ് ഷാർജയിൽ വിസിറ്റിംഗ് വിസയിൽ പോയി ജോലി അന്വേഷിക്കുകയായിരുന്നു. ഒരുപാട് ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തെങ്കിലും അവന് ഇഷ്ടപ്പെട്ട ജോലിയൊന്നും കിട്ടിയില്ല. ഞാൻ അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിക്കാമെന്നും ഉടനെ സാക്ഷ്യം പറയാൻ ഇടവരുത്തട്ടെ എന്നും കരുണയുടെ പ്രാർത്ഥന ചൊല്ലാനും പറഞ്ഞു. ഞാൻ നിയോഗം കെട്ടിയിട്ട് 8 ആഴ്ച വന്ന് പ്രാർത്ഥിച്ചു. 9ാമത്തെ ആഴ്ചയിൽ മോന് നല്ലൊരു ജോലി നൽകി ദൈവം അനുഗ്രഹിച്ചു. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ഛനും നന്ദി പറയുന്നു. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് ചൊല്ലാം. ഈശോയെ, അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ആവിലായിലെ ശുശ്രൂഷകളിലൂടെ 1 കോടി മനുഷ്യരെ തിരുരക്തത്താൽ കഴുകണമേ. പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ. പ്രേക്ഷിതരാക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് അലീന. ഞാൻ പെരിങ്കരി ഇടവകയിൽ നിന്നും വരുന്നു. എനിക്ക് വിദേശത്ത് പോകാൻ ഒത്തിരി തടസ്സങ്ങൾ അനുഭവപ്പെട്ടു. ഞാൻ ആവിലായിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഈശോയുടെ മുന്നിൽ എൻ്റെ നിയോഗം കെട്ടിയിടുകയും ചെയ്തതിൻ്റെ ഫലമായി എനിക്ക് വിസ ലഭിക്കുകയും ചെയ്തു. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. ഈശോയ്ക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് നിമ്യ. ഞാൻ മണത്തണയിൽ നിന്നും വരുന്നു. 1 വർഷമായിട്ട് എനിക്ക് UK പോകുന്നതിൽ തടസ്സങ്ങളായിരുന്നു. കൂടെ ജോലിക്ക് അപ്ലൈ ചെയ്ത എല്ലാവർക്കും ജോലി കിട്ടി. ഒത്തിരി സങ്കടത്തോടെയാണ് ഞാൻ ആവിലായിൽ വന്ന് പ്രാർത്ഥിച്ചത്. 15/8/24 അടുത്ത വ്യാഴാഴ്ചയ്ക്ക് മുമ്പ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ UK നിന്നും പറഞ്ഞു. ഈ 18/9/24 ഞാൻ UK പോകുകയാണ്. എല്ലാം എനിക്ക് പെട്ടെന്നാക്കി തന്ന ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കർമ്മല മാതാവിനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന റാപ്സനച്ഛനും 1000 നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് റോസമ്മ. എൻ്റെ മകൾ വിദേശത്ത് ജോലിക്ക് പോകുവാനും പോയി കഴിഞ്ഞ 2 തവണ
ഓരോ പ്രശ്നങ്ങൾ കാരണം തിരികെ വരികയും ഉണ്ടായി. ഇതിൽ ഞാനും കുടുംബവും വളരെ ദുഃഖത്തിലായിരുന്നു. ഞാൻ ആവിലായിലെ അമ്മ ത്രേസ്യായോടും കർമ്മല മാതാവിനോടും മാധ്യസ്ഥം തേടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയും ജോലി കിട്ടിയാൽ ആവിലായിൽ സാക്ഷ്യം എഴുതിയിട്ട് കൊള്ളാമെന്ന് നേരുകയും ചെയ്തു. അച്ഛൻ പറഞ്ഞ കർത്താവെ അങ്ങയുടെ കരുണയിൽ ഞാൻ ആശ്രയിക്കുന്നു എന്ന പ്രാർത്ഥന ദിവസം മുടങ്ങാതെ ചെല്ലുകയും യേശുവേ എന്ന 101 തവണ വിളിക്കുകയും ചെയ്തു. ഇതിൻ്റെ ഫലമായി എൻ്റെ മകൾ ആഗസ്റ്റ് 7 വിദേശത്തേക്ക് പോകുകയും സെപ്റ്റംബർ 10 ഡോക്യുമെന്റ്സ് എല്ലാം ശരിയായി സിവിൽ ID കിട്ടി ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും നന്ദി പറയുന്നുവെന്ന് റോസമ്മ മാങ്ങോട്. കരമടിച്ച് കർത്താവിന് നന്ദി പറയാൻ. പ്രിയപ്പെട്ടവരെ, ഈ വർഷത്തെ ഒക്ടോബർ 14 തീയതിയിലെ ഉരുൾ നേർച്ചയുടെ പ്രത്യേകമായിട്ടുള്ള 3 നിയോഗങ്ങൾ: 1 ജോലി തടസ്സം മാറുക എന്നതും, 2 വിവാഹം നടക്കുക എന്നതും, 3 സന്താന സൗഭാഗ്യം ലഭിക്കുക എന്ന 3 പൊതുവായിട്ടുള്ള നിയോഗങ്ങൾ സമർപ്പിച്ചാണ് ഉരുൾ നേർച്ച നടക്കുന്നത്. നിങ്ങൾക്ക് ആ നിയോഗങ്ങളോടുകൂടെ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള മറ്റ് നിയോഗങ്ങളൊക്കെ ചേർത്ത് ഉരുൾ നേർച്ചയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇപ്പോഴേ ഒരുങ്ങാവുന്നതും മറ്റുള്ളവരെ അതിനെ പ്രചോദിപ്പിക്കാവുന്നതുമാണ്. ഈശോയ്ക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് അന്നമ്മ. ഞാൻ തേർമലയിൽ നിന്നും വരുന്നു. ബന്ധിതനായ ഈശോയ്ക്കും പരിശുദ്ധി അമ്മയ്ക്കും അമ്മ ത്രേസ്യായ്ക്കും 1000 നന്ദി. ഞാൻ ഓഗസ്റ്റ് 3-ാമത്തെ ആഴ്ച 19-ാം തീയതി തിങ്കളാഴ്ച ആവിലായിൽ വന്ന് എൻ്റെ സങ്കടങ്ങൾ ഈശോയോട് കരഞ്ഞു പറയുകയും അച്ഛനെ കാണുകയും ചെയ്തു. അച്ഛൻ എന്നോട് പറഞ്ഞു, എല്ലാം നടക്കും, ധൈര്യമായിട്ടിരിക്കുക, ഇതുവരെ നടത്തിയ ദൈവം ഇനിയും നടത്തുമെന്ന്. എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. എൻ്റെ നിയോഗം ഈശോ സാധിച്ചു തന്നു. ഞാൻ നിയോഗം ഇവിടെ കെട്ടിയിട്ടിരുന്നു. 2 വർഷമായി 2 വഴിക്കും പിരിയാൻ തീരുമാനിച്ച മക്കൾ ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. മരുമകളും കൊച്ചും വീട്ടിൽ വന്നു. എനിക്ക് ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് അക്ഷയ. ഞാൻ പേരാവൂരിൽ നിന്നും വരുന്നു. ആവിലായിലെ ബന്ധിതനായ ഈശോയോടും കർമ്മല മാതാവിനോടും ആവില അമ്മയോടും 1000 നന്ദി പറയാനാണ് ഞാൻ ഈ സാക്ഷ്യം എഴുതുന്നത്. എനിക്ക് +1 +2 പഠനം വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ പഠിക്കുമ്പോൾ എപ്പോഴും ഉറങ്ങിപ്പോകുമായിരുന്നു. അതുകൊണ്ട് തന്നെ പഠിക്കുന്നതൊന്നും മനസ്സിലാകുന്നില്ലായിരുന്നു. ഞങ്ങളിവിടെ വന്ന് റാപ്സൻ അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി +2 ഫൈനൽ എക്സാം റിസൾട്ട് വന്നപ്പോൾ എനിക്ക് 5 A+ഉം 1 Aയും ലഭിച്ചു. എനിക്ക് പൈൽസിൻ്റെയും അസിഡിറ്റിയുടെയും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പൂർണ്ണമായി സൗഖ്യം ലഭിച്ചു. എനിക്ക് വർഷങ്ങളായിട്ടുണ്ടായിരുന്ന മുടികൊഴിച്ചിലും മാറിക്കിട്ടി. അതുപോലെ എൻ്റെ അമ്മയ്ക്കുണ്ടായിരുന്ന ശ്വാസം മുട്ടലിനും നടുവേദനയിൽ നിന്നും പൂർണ്ണമായ സൗഖ്യവും നൽകി. ഈശോ അനുഗ്രഹിച്ചു. ഇത്രയേറെ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സൻ അച്ഛനും നന്ദി പറയുന്നു. ഈശോയ്ക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് സന്തോഷ്. ഞാൻ മണിക്കടവിൽ നിന്നും വരുന്നു. കുറച്ച് വർഷങ്ങളായി വിവാഹ തടസ്സം കാരണം വിവാഹം നടക്കുവാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ആവിലായിൽ വരിയിൽ മുട്ടിലിടിഞ്ഞ് പ്രാർത്ഥിക്കുകയും റാപ്സൻ അച്ഛനോട് പ്രാർത്ഥനാ സഹായം ചോദിക്കുകയും ചെയ്തു. അച്ഛൻ പറഞ്ഞു 1 മാസത്തിനുള്ളിൽ വിവാഹം നടക്കുമെന്ന്. അതുപോലെ തന്നെ 1 മാസത്തിനുള്ളിൽ എൻ്റെ വിവാഹം ഭംഗിയായി നടന്നു. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സൻ അച്ഛനും നന്ദി പറയുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് റോസമ്മ. ഞാൻ മണിക്കടവിൽ നിന്ന് വരുന്നു. എൻ്റെ മക്കൾക്കാണ് ഞാൻ ഈ സാക്ഷ്യം എഴുതുന്നത്. ആവിലായിലെ പുണ്യഭൂമിയിൽ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ മകന് വിസയുടെ തടസ്സം മാറി വിദേശത്ത് ജോലിക്ക് പോകുവാൻ സാധിച്ചു. 2 തവണ വിസ റിജക്റ്റ് ആയിരുന്നു. പിന്നെ ബന്ധിതനായ ഈശോയുടെ അടുത്ത് നിയോഗങ്ങൾ എല്ലാ ആഴ്ചയിലും എഴുതി നൂലിൽ കെട്ടിയിടുമായിരുന്നു. നേർച്ചകൾ നേരുകയും മുട്ടിൽ വരികയും ചെയ്യുമായിരുന്നു. മകന് ഡിഗ്രിയുടെ ഒരു പേപ്പർ കിട്ടില്ലായിരുന്നു. 5 തവണ എഴുതിയിട്ടും അവനത് കിട്ടിയില്ല. ആവിലായിൽ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 6-ാം തവണ ഡിഗ്രി എക്സാം ജയിക്കുകയും ഒപ്പം അവന് വിസ ലഭിക്കുകയും ചെയ്തു. ഒരു നിയോഗം കൂടെ അമ്മ സാധിച്ചു തന്നു. ഹോസ്പിറ്റലിൽ നേഴ്സായി ജോലി ചെയ്യുന്ന മകൾക്ക് പുറത്തിന് വേദനയായിരുന്നു. മരുന്ന് മേടിച്ചെങ്കിലും വേദന മാറിയില്ല. എന്നോട് ഇവിടെ വന്ന് അതിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അവൾ പറയുമായിരുന്നു. ഇവിടെ 7 നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുകയും അച്ഛനെ കണ്ട് തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു.
ഈശോയെ അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു എന്ന പ്രാർത്ഥന 33 പ്രാവശ്യം ചൊല്ലുകയും ഈശോയെ എന്ന് 101 പ്രാവശ്യം വിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തതിനാൽ എൻ്റെ മകളുടെ രോഗം പൂർണ്ണമായി സൗഖ്യമായി. ഞങ്ങൾക്ക് ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. എൻ്റെ പേര് ബിന്ദു. ഞാൻ ചെളിമ്പറമ്പിൽ നിന്നും വരുന്നു. ആദ്യമായി ഞാൻ വരുന്നത് 2004 ജനുവരി 18 തീയതിയാണ്. അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ പറഞ്ഞു 33 വ്യാഴാഴ്ചയെങ്കിലും ആരാധനയിൽ പങ്കെടുക്കണമെന്ന്. 33 വ്യാഴാഴ്ചയും എനിക്ക് വരാൻ പറ്റി. എൻ്റെ സാക്ഷ്യം, എൻ്റെ മകൻ എക്സാമിന് പാസ്സായി. എനിക്ക് ഗൾഫിൽ പോകാൻ വിസ തടസ്സങ്ങൾ ആയിരുന്നു, അതും മാറി. എനിക്ക് 22 തീയതി ശനിയാഴ്ച ഞാൻ ഗൾഫിലേക്ക് പോവുകയാണ്. വീട്ടിൽ നല്ല സമാധാനവും ലഭിച്ചു. ഇത്രയേറെ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. ഈശോയ്ക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ജോസഫ്, മണിപ്പാറയിൽ നിന്നും വരുന്നു. ഞാൻ ഈ സാക്ഷ്യം പറയുന്നത് എനിക്ക് കിട്ടിയ അനുഗ്രഹത്തെ ഓർത്താണ്. എനിക്ക് രാത്രിയിൽ നല്ല ഉറക്കത്തിൻ്റെ സമയത്ത് എൻ്റെ പുറത്ത് ഭയങ്കര ചൊറിച്ചിലുണ്ടായി. തുടർന്ന് എനിക്ക് ഉറങ്ങാൻ സാധിച്ചിരുന്നില്ല. തന്നെയുമല്ല, പല ചിന്തകൾ മനസ്സിൽ കടന്നുകൂടുകയും അതുകൊണ്ട് ഒരു ഭീകര അവസ്ഥയിലും ഞാനായി. പല ആസ്പത്രികളിലും പോയി മരുന്ന് മേടിച്ചു, ഒരു കുറവും കിട്ടിയില്ല. ഉറങ്ങിയിട്ട് 1 മാസത്തിൽ കൂടുതലായി. എൻ്റെ മകൾ പറഞ്ഞു ആവിലാപ്പള്ളിയിൽ പോയി അച്ഛനെ കാണാൻ. ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞു. അച്ഛൻ പറഞ്ഞു പേടിക്കണ്ട, ഞാൻ പ്രാർത്ഥിച്ചു കൊള്ളാം. എന്നോട് 10 വ്യാഴാഴ്ച പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കുവാനും ഈശോയെ അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു എന്ന പ്രാർത്ഥന 33 പ്രാവശ്യം ദിവസം ചെല്ലുവാനും 100 പ്രാവശ്യം ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാനും പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ അസുഖം മാറുകയും ഇപ്പോഴെനിക്ക് നന്നായി ഉറങ്ങാനും സാധിക്കുന്നു. എനിക്ക് ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ഛനും നന്ദി പറയുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ആദ്യമേ തന്നെ ബന്ധിതനായ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് ഷാലു ഫ്രാൻസിസ്. ചന്ദനക്കാമ്പാറ ചെറുപുഷ്പം ഇടവകാംഗമാണ് ഞാൻ. 2022 മാർച്ചിൽ +2 പാസ്സായ ശേഷം ജർമ്മൻ ഭാഷ പഠിക്കുകയായിരുന്നു. പഠനശേഷം എനിക്ക് B2 എക്സാം എഴുതാൻ സെൻറ്റർ കിട്ടാതെയായതായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. 2023 ഓഗസ്റ്റിലാണ് ഞാൻ ആദ്യമായി എക്സാം എഴുതുന്നത്. അത് പാസ്സായില്ല. പിന്നീട് ഒക്ടോബറിൽ എക്സാം എഴുതി, അതും പാസ്സാകാൻ കഴിഞ്ഞില്ല. മാനസികമായി വളരെയേറെ വിഷമത്തിലൂടെയായിരുന്നു ഞാൻ ആ സമയത്ത് കടന്നു പോയിരുന്നത്. പിന്നെ 2024 ഏപ്രിൽ മാസം ഞാൻ വീണ്ടും എക്സാം എഴുതി, 2 മൊഡ്യൂൾ പാസ്സായി. ഈ സമയത്തെല്ലാം എനിക്ക് ആവിലാപ്പള്ളിയിൽ വരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, എന്നാൽ തടസ്സങ്ങളായിരുന്നു. അങ്ങനെ ഓഗസ്റ്റ് 8 തീയതി എൻ്റെ ആൻറ്റി പറഞ്ഞിട്ട് ഞാനും പപ്പയും കൂടെ ഇവിടെ വന്ന് അന്ന് ധ്യാനത്തിൽ പങ്കെടുത്തു. ആദ്യമായിട്ടാണ് വന്നതെങ്കിലും എനിക്കും പപ്പയ്ക്കും അച്ഛനെ കാണാൻ കഴിഞ്ഞു. അച്ഛനോട് ഞാൻ എൻ്റെ എല്ലാ കാര്യവും പറഞ്ഞു. എന്നോട് അച്ഛൻ പറഞ്ഞു ഒന്നും പേടിക്കണ്ട, നീ തീർച്ചയായും ജർമ്മനിയിൽ പോകുമെന്ന്, അവിടെ നേഴ്സിംഗ് പഠിക്കുമെന്നും നാട്ടിൽ മിഠായി കൊണ്ടു തരുമെന്നും അച്ഛൻ അന്ന് പറഞ്ഞു. ഈശോയെ അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു എന്ന പ്രാർത്ഥന 33 പ്രാവശ്യവും ഈശോയെ എന്ന് 101 പ്രാവശ്യം വിളിക്കാനും പറഞ്ഞു. അന്ന് ഞാൻ തിരിച്ചെത്തുന്നതിന് മുമ്പ് തന്നെ എനിക്ക് എൻ്റെ ഒരു കൂട്ടുകാരി വഴി ഒരു ഏജൻറ്റിൻ്റെ നമ്പർ ലഭിച്ചു. അവരെ ഞാൻ കോണ്ടാക്ട് ചെയ്തു. പിറ്റേ ദിവസം തന്നെ എൻ്റെ പേപ്പർ വർക്ക് ആരംഭിച്ചു. പിന്നീട് ഒരു വിവരവും അവിടെ നിന്ന് എനിക്ക് ലഭിച്ചില്ല. വീണ്ടും ഞാൻ അച്ഛനെ വന്നു കണ്ട് കാര്യങ്ങൾ പറഞ്ഞു. നിനക്ക് ഓക്കെ ആയിട്ടുള്ള അവസരം തന്നെ ലഭിക്കുമെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞു. അതുപോലെ തന്നെ പിന്നീട് എനിക്ക് ജർമ്മനിക്ക് പോകാനുള്ള എല്ലാ കാര്യങ്ങളുടെയും തടസ്സങ്ങൾ നീങ്ങി ജർമ്മനിക്ക് പോകാൻ സാധിക്കുന്നു. ഈ ശനിയാഴ്ച ഞാൻ ജർമ്മനിയിലേക്ക് പോവുകയാണ്. അതുപോലെ തന്നെ എൻ്റെ കാലിൻ്റെ മുട്ടുചിരട്ട തെന്നുന്ന ഒരു പ്രശ്നവും എനിക്കുണ്ടായിരുന്നു. ഒരുപാട് മരുന്ന് കഴിച്ചതാണ്, എനിക്ക് മാറ്റമൊന്നുമില്ലായിരുന്നു. വർഷത്തിൽ 1-2 തവണ അങ്ങനെ തെന്നി മാറുമായിരുന്നു. ഞാൻ ഇവിടെ മുട്ടിൽ നീന്തിയില്ലായിരുന്നു. അച്ഛനെ
എൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, നിനക്ക് പറ്റുന്ന അത്രയും മുട്ടിൽ നീന്തുകയും ഇവിടുത്തെ എണ്ണ തേച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാൻ. ആദ്യം ഞാൻ വളരെ കുറച്ച് മാത്രമേ മുട്ടിൽ നീന്തിയുള്ളൂ, പിന്നീട് തിരിച്ചുപോയി. എന്നാൽ പിന്നീട് വന്നപ്പോൾ എനിക്ക് മുട്ടിൽ നീന്താൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. എനിക്ക് അതിൽ പിന്നെ മുട്ടിന് യാതൊരുവിധ കുഴപ്പവുമില്ല. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ഛനും നന്ദി പറയുന്നു. ഈശോയെ, അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. എൻ്റെ പേര് മരിയ. ഞാൻ കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയ്ക്കടുത്ത് ചക്കിട്ടപ്പാറ ഇടവകയിൽ താമസിക്കുന്നു. ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞങ്ങളുടെ കുടുംബത്തിന് നിരവധി അനുഗ്രഹങ്ങൾ ദൈവം തന്ന് അനുഗ്രഹിച്ചു. 2024 മെയ് 5-ാം തീയതി നടന്ന നീറ്റ് പരീക്ഷയിൽ എനിക്ക് ഉന്നതമായ വിജയം നൽകി ഈശോ അനുഗ്രഹിച്ചു. ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനോടും നന്ദി പറയുന്നു. അതുപോലെ തന്നെ MBBS പഠനത്തിനായി എനിക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അഡ്മിഷന് കിട്ടുകയും ഞാൻ അങ്ങോട്ട് പോകാനുള്ള ഒരുക്കത്തിലുമാണ്. എനിക്ക് ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ജിഷ, സ്ഥലം മാടത്തിൽ. ഞാനൊരു നഴ്സാണ്. കുവൈറ്റിലെ ജോലിക്കായി മെഡിക്കലിന് പോയപ്പോൾ മെഡിക്കൽ ടെസ്റ്റിൽ എക്സ്റേയിൽ ഒരു സ്കാർ പോലെ കാണപ്പെട്ടു. മെഡിക്കൽ റിജക്റ്റ് ആവുകയും ചെയ്തു. ഈ അവസരത്തിൽ ഞാൻ ഇവിടെ വന്ന അച്ഛനെ കണ്ട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുകയും ബ്ലെസ്സിങ് വാങ്ങുകയും ചെയ്തു. അച്ഛൻ എനിക്ക് ഒരു പ്രാർത്ഥന എഴുതി പേപ്പറിൽ തരികയും ഈശോയുടെയും മാതാവിൻ്റെയും സ്നേഹം എന്നിൽ നിറഞ്ഞു കവിയുന്നു എന്നായിരുന്നു ആ പ്രാർത്ഥന. അത് പള്ളിയിലിരുന്ന് പ്രാർത്ഥിക്കാനും മധ്യസ്ഥ പ്രാർത്ഥന 3 മണി വരെ ഇരുന്ന് കൂടുവാനും പറഞ്ഞു. പ്രാർത്ഥന ഞാൻ പള്ളിയിലിരുന്ന് ചൊല്ലി. പിന്നീട് 2 ആഴ്ച കഴിഞ്ഞ് ഞാൻ മെഡിക്കൽ ചെയ്യാൻ ചെന്നപ്പോൾ എക്സ്റേയിൽ ഒരു കുഴപ്പവുമില്ല എന്നും ഞാൻ മെഡിക്കലിന് ഫിറ്റ് ആകുകയും ചെയ്തു. എനിക്ക് ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് ഏറ്റുചൊല്ലാം. ഈശോയെ, അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ആവിലായിലെ ശുശ്രൂഷകളിലൂടെ ഒരു കോടി മനുഷ്യരെ തിരുരക്തത്താൽ കഴുകണമേ, പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ, പ്രേക്ഷിതരാക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ആമേൻ. എൻ്റെ പേര് ഗ്രേസി, സ്ഥലം കരിക്കോട്ടക്കരി. എൻ്റെ മകൻ വടംവലിയുടെ കോച്ചാണ്. എറണാകുളത്ത് വെച്ച് നടക്കുന്ന വടംവലി മത്സരത്തിൽ അവൻ ജയിക്കുകയാണെങ്കിൽ ഞാൻ സാക്ഷ്യം എഴുതിയിട്ടേക്കാമെന്ന് നേർന്നിരുന്നു. തുടർന്ന് നടന്ന 3 മത്സരങ്ങളിൽ സംസ്ഥാനതലം, ജില്ലാതലത്ത് 2 ഫസ്റ്റും 1 തേർഡും നൽകി ഈശോ അനുഗ്രഹിച്ചു. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന റാപ്സനച്ചനും 1000 നന്ദി പറയുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുനാമത്തിൽ സംഭവിക്കും കാലമല്ലോ. ഉണരാം. എൻ്റെ പേര് ആൻസി. ഞാൻ വരുന്നത് തളിപ്പറമ്പ് ഇടവയിൽ നിന്നാണ്. ഞാൻ പറയുന്നത് എൻ്റെ മോൾക്ക് വേണ്ടിയാണ്. 7 വർഷമായി അവൾക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. 2 പ്രാവശ്യം അവൾ അബോർഷനായി പോയായിരുന്നു. പിന്നെ ഞങ്ങൾ അച്ഛൻ്റെ അടുത്ത് ഞാൻ എത്ര പ്രാവശ്യം വന്നെന്ന് എനിക്ക് തന്നെ അറിയില്ല. അച്ഛനെ ഞാൻ എപ്പോഴും ശല്യപ്പെടുത്തുമായിരുന്നു. വേറെ എന്തെല്ലാം അസുഖം എനിക്കുണ്ടായാലും ഞാൻ എൻ്റെ അസുഖത്തെപ്പറ്റി അല്ല കൂടുതൽ പറയുന്നത്. എൻ്റെ മോൾക്കൊരു കുഞ്ഞാണ്. എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിലും പറയുമ്പോൾ ഞാൻ പറയും നിങ്ങൾ പറയണേ. എപ്പം പറയുമ്പോഴും അച്ഛനോട് പറയുന്ന മോളുടെ കാര്യം മാത്രമാണെന്ന്. ഇവള് UK ഇപ്പം ദൈവത്തിന്റെ സഹായത്താൽ ഒരു ആൺകുഞ്ഞിനെ ഞങ്ങൾക്ക് തന്നു. ആ കുഞ്ഞിന്റെ പേര് ഞങ്ങൾ അബ്രഹാം എന്ന് പേര് വിട്ടു. ഈശോയ്ക്കും എല്ലാവർക്കും അച്ഛനും പ്രത്യേകം നന്ദി ഞങ്ങൾ പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, 7 വർഷമായിട്ട് മക്കളില്ലാതിരുന്ന ദമ്പതികൾക്ക് ആൻസിയൽ അനുവും ഭർത്താവിന്റെ പേര് അനുവിനും കൂടെ അബ്രഹാം എന്ന് പറയുന്ന ഒരു കുഞ്ഞിനെ കർത്താവ് നൽകി അനുഗ്രഹിച്ചിരിക്കുന്നതിന് ഓർത്ത് നമുക്ക് കരമടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ, അടയാളങ്ങൾ
അത്ഭുതങ്ങളും യേശുനാമത്തിൽ സംഭവിക്കും കാലമല്ലോ. ഉണരാം ഉണരാം ഉണരാം. അവർക്ക് വിളിക്കാം ഈശോയേ. ഈശോയേ. അബ്രഹാം അച്ഛനാവട്ടെ അല്ലേ? പ്രൈസ് ദി ലോർഡ്. അവർക്ക് വിളിക്കാം ഈശോയേ. ഈശോയേ. എൻ്റെ മോന് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. എൻ്റെ മോൻ്റെ പേര് എബിന്. ഞങ്ങൾ എടത്തൊട്ടിയിൽ നിന്ന് വരുന്നു. എൻ്റെ മോൻ്റെ മൂക്കിൻ്റെ പാലം വളഞ്ഞിട്ടുള്ള ഒരു അസുഖമായിരുന്നു. അപ്പോൾ മോന് 18 വയസ്സാകുമ്പോൾ അത് ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് കാണിച്ചിരുന്ന ഡോക്ടർമാരെല്ലാവരും പറഞ്ഞിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ഞങ്ങൾ അച്ഛനെ കാണാൻ വന്നു. അപ്പോൾ അച്ഛൻ മോനോട് ഞാൻ ഈശോയുടെ കുഞ്ഞാണ്, ഈശോ എന്നെ സ്നേഹിക്കുന്നു എന്ന് 15 പ്രാവശ്യം തുള്ളിച്ചാടി പറയാൻ പറഞ്ഞു. മോൻ അങ്ങനെ പറഞ്ഞു. അതിനുശേഷം അച്ഛൻ ഉമ്മനീര് കൊണ്ട് മോൻ്റെ മൂക്കിൽ തടവി. അപ്പോൾ തന്നെ മോന് സൗഖ്യം ലഭിച്ചു. ഇത്രയും വലിയ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും ആവിലായിലെ അമ്മ ത്രേസ്യയ്ക്കും മോനു വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ചനും 1 കോടി നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, മൂക്കിന്റെ പാലം വളഞ്ഞിരിക്കുന്നു. മൂക്കിന്റെ പാലം വളഞ്ഞിരിക്കുന്നു, ദശ വളർന്നിരിക്കുന്നു. 18 വയസ്സാവുമ്പോൾ അതായത് ദശ മാറ്റുകയല്ല, മൂക്കിന്റെ പാലം തന്നെ ഉള്ള ഓപ്പറേഷൻ ആയതുകൊണ്ട് 18ാമത്തെ വയസ്സിൽ ചെയ്യാം എന്ന് പറഞ്ഞിരുന്നതാണ്. അതാണ് ഇത് ജനുവരി മാസത്തിൽ ഉള്ള റിപ്പോർട്ട്. അതിനുശേഷം ഇവിടെ വരികയും കഴിഞ്ഞ വെള്ളിയാഴ്ച വരികയും ഇന്നലെ അവര് വെറുതെ മൂക്കിന്റെ പാലം വളഞ്ഞിരുന്നത് ശരിയായി എന്ന് തോന്നുന്നു എന്നല്ല, ഇന്നലെ അവർ കൈ ആശുപത്രിയിൽ പോയി വീണ്ടും എക്സ്റേ ഒക്കെ എടുത്ത് അത് പാലം വളഞ്ഞിരുന്നത് ഇപ്പോൾ നേരെ ആയിരിക്കുന്നു എന്ന റിപ്പോർട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. കർത്താവ് തൻ്റെ കരം നീട്ടി തൊട്ട് സുഖപ്പെടുത്തിയതിനെ ഓർത്ത് നമുക്ക് കരമടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. ഈശോയെ, ഞാൻ ആദ്യം ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും അച്ഛനും ഒത്തിരി നന്ദി പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ശ്രദ്ധ കുറച്ചുകൂടെ കൂടുതൽ കിട്ടുന്നതിന് വേണ്ടി അച്ഛൻ പറയട്ടെ. കഴിഞ്ഞ ശനിയാഴ്ച ആംബുലൻസിൽ ഇവിടെ വന്ന് ആംബുലൻസിൽ കിടത്തി സ്ട്രെച്ചറിൽ കൊണ്ടുവന്ന സഹോദരിയാണിത്. ഒരുപക്ഷെ നിങ്ങൾ യൂട്യൂബിൽ കഴിഞ്ഞ ദിവസം ആ സാക്ഷ്യം കേട്ടിട്ടുണ്ടാവും. ആ സഹോദരിയാണ് ഇപ്പോൾ ശനിയാഴ്ച ആംബുലൻസിൽ വന്ന ആളാണ്. ഇപ്പോൾ ആംബുലൻസ് ഇല്ലാതെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. ഈശോയേ, 2 മാസമായിട്ട് ഞാൻ അതിശക്തമായ നടുവേദനയിൽ കിടക്കുമായിരുന്നു. വീട്ടിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നടുപെട്ടെന്ന് ഇങ്ങനെ മിന്നിയതുപോലെ തോന്നി. അപ്പം തന്നെ വണ്ടി കൂട്ടി വീട്ടിലേക്ക് ചേട്ടായി കൊണ്ടുവന്നു. പിന്നെ ഈ ഇരിട്ടി ഭാഗത്തും കണ്ണൂർ ജില്ലയിലും ഏതൊക്കെ ആശുപത്രിയുണ്ടോ അവിടെ എല്ലാം കൊണ്ടുപോകുമായിരുന്നു. തിരുമലായിട്ടും ഉടിച്ചലായിട്ടും അങ്ങനെ എവിടെയൊക്കെ ഭേദമാകുമെന്ന് പറയുന്നു അവിടെ എല്ലാം എന്നെ കൊണ്ടുപോയി ചെയ്യുമായിരുന്നു മരുന്നുകൾ. അങ്ങനെ കുറേ ദിവസമായി കഴിയുമ്പോഴത്തേക്കും എനിക്ക് തീരെ ഓരോ ദിവസം ചെല്ലും തോറും വേദന കൂടുകയല്ലാതെ ഒരു തരത്തിലും കുറയുന്നില്ല. കഴിഞ്ഞ 19-ാം തീയതി രാത്രിയിൽ അതിശക്തമായിട്ട് 2:30 ആകുമ്പോഴത്തേക്കും എനിക്ക് വേദനയായി സഹിക്കാൻ പറ്റുന്നില്ല. ആരെങ്കിലും വിളിക്ക് വിളിച്ചേട്ടാ എനിക്ക് ആവുന്നില്ലാത്തൊരവസ്ഥയിലേക്ക് വന്നു. പെട്ടെന്ന് തന്നെ ആങ്ങളമാരെയൊക്കെ വിളിച്ചു വരുത്തി രാവിലെ ആശുപത്രിയിൽ കൊണ്ടുപോയി AKG അഡ്മിറ്റാക്കി. സഹിക്കാനാവാതെ വീൽ ചെയർ ഇരുന്നിട്ട് ടോക്കണൊന്നും കിട്ടിയില്ല. പെട്ടെന്ന് എന്നതുകൊണ്ട് എന്തോ ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ട് പെട്ടെന്ന് ഡോക്ടറിനെ നോക്കി പറഞ്ഞു അതിശക്തമായ വേദനയാണ്, പെട്ടെന്ന് ഇഞ്ചക്ഷൻ അടിച്ച് വാർഡിലേക്ക് മാറ്റണം. വാർഡിലേക്ക് കൊണ്ട് അഡ്മിറ്റാക്കി. വൈകുന്നേരമായി പറഞ്ഞ് MRI ചെയ്യണം, വേദന കുറവില്ല, 2 കാലിനും ഇഞ്ചക്ഷൻ വേദനയാണ്. ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു കരച്ചിലാണ്. ഞാൻ വാർഡിൽ കിടന്ന് എൻ്റെ കരച്ചിൽ കാരണം മറ്റുള്ളവർക്കൊന്നും ഇവിടെ കിടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു.
അവസാനം വൈകുന്നേരം ഡോക്ടർ റിസൾട്ട് കണ്ടു കഴിഞ്ഞാൽ പറഞ്ഞു, ഇത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് ചേച്ചി, നാളെയും കൂടെ നോക്കിയിട്ട് ഓപ്പറേഷൻ നിർബന്ധമായിട്ടും ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം എൻ്റെ 2 ആങ്ങളമാരും നാത്തും ചേച്ചി എൻ്റെ കൂടെയുള്ളൂ. ചേട്ടായിൻ്റെ കാല് മുറിഞ്ഞ് വീട്ടിലാണ് ചേട്ടായി ഇരിക്കുന്നത്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. സാമ്പത്തികമായിട്ട് പെട്ടെന്നൊരു ഓപ്പറേഷനോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ ഞങ്ങൾക്ക് ഒരു സാധിക്കുകയും ചെയ്യില്ലായിരുന്നു. അങ്ങനെ മൂത്ത ഞങ്ങളെ ചേട്ടനെ വിളിച്ചും പറഞ്ഞു, പിന്നെ ഡിസ്ചാർജായി വീട്ടിലേക്ക് പോരെ, എന്തെങ്കിലും തീരുമാനം എടുക്കാം എന്നും പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് എനിക്ക് ചേട്ടായി എന്നെ വണ്ടിയിൽ കയറ്റിയിട്ട് എനിക്ക് വണ്ടി കയറത്തില്ല, സഹിക്കാനാവാത്ത വേന എന്നെ എടുത്തെന്ന് പറഞ്ഞ പോലെ കാറിൽ കയറ്റിയിട്ടും അതിനകത്ത് എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. അവിടെ കിടന്ന് കരഞ്ഞു. അപ്പാടും പിന്നെ ഒരു ആംബുലൻസ് വിളിച്ച അവിടെ നിന്നാണ് എന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. വീട്ടിൽ കൊണ്ടുവന്നു. ഒരു തരത്തിൽ എന്നെ ചേച്ചി കസാരയിലിരുത്തി മുറ്റത്തിരുത്തി എന്നെ കുളിപ്പിച്ചു. രാവിലെ ആശുപത്രിയിൽ പോകണ്ടേ, അന്നേരം ഒത്തിരി ബുദ്ധിമുട്ടാണ് ശരീരം ഇരിക്കുന്നത്. കുളിപ്പിച്ച് ഒരു തരത്തിൽ എന്നെ കിടത്തി. രാത്രി മുഴുവൻ വേദനയാണ്. അപ്പം പറഞ്ഞു, രാവിലെ അച്ഛനെ കണ്ടിട്ടേ പോകാൻ പറ്റുള്ളൂ എന്ന് ചേട്ടായി ഇങ്ങനെ പറഞ്ഞു. നേരം വെളുത്തു. ഒരു തരത്തിൽ എങ്ങനെ ആംബുലൻസ് വന്നു. ആംബുലൻസിൽ കയറ്റി. എനിക്ക് ഈ പള്ളിയുടെ ഈ വേക്കുവശം വരുന്ന മാത്രമേ എനിക്ക് എല്ലാ കാഴ്ചകളും കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പുറകിൽ നിന്ന് എന്നെ ആംബുലൻസിൽ നിന്ന് അവർ ട്രോളിയെ തള്ളിക്കൊണ്ട് ഈ ആൾത്താരയുടെ മുമ്പിൽ വരെ വന്നു കഴിഞ്ഞപ്പം അച്ഛൻ എന്നെ വന്ന് നെറ്റിക്ക് ഇങ്ങനെ കൈപിടിച്ച് പറയുന്നുണ്ട്, ഈശോ അനുഗ്രഹിക്കുന്നുണ്ട്, ഈശോ അനുഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ ഈശോയെ എനിക്കറിയത്തില്ല, എൻ്റെ ഈ കാല് ഒരു വൈദ്യരെങ്ങനെ നമ്മുടെ ഈ കാലും നടുവും വലിച്ചു കുടഞ്ഞു സുഖപ്പെടുത്തും തിരുമുന്ന പോലെ. ഈശോ എൻ്റെ കാലുകൾ എടുത്ത കാലുകൾ ഇങ്ങനെ അടിച്ചുളഞ്ഞു. എൻ്റെ ഈ കാലുകൾ. എനിക്ക് ഒരു പെണ്ണിന് എന്തെല്ലാം ആവശ്യങ്ങളുണ്ട്, ഇതൊന്നും എനിക്ക് നടത്താൻ പറ്റിയിട്ടില്ല. ഇതെല്ലാം എൻ്റെ നാത്തൂൻ ചേച്ചി ചെയ്തുകൊണ്ടിരുന്നത്. അവസാനം ഈ ആൾത്താരെ കയറി ഇതിലെ നടക്കാൻ പറഞ്ഞു. നടന്നു. അച്ഛൻ പറഞ്ഞു, പോരാ, എനിക്ക് ഓടണം. ഓടി ഞാൻ ഇതിലെ കൂടെ. 2 മാസമായിട്ട് രാത്രി ഞാൻ ഉറങ്ങണില്ല. 2 മണിയാകുമ്പോഴത്തേക്കും എനിക്ക് വേദനയാ. എൻ്റെ മോനി വെള്ളം ചൂടാക്കി ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും. ഈ കാലയിൽ വേദന സഹിക്കാൻ മേലാഞ്ഞിട്ട്. സത്യമായിട്ടും 10 മണി കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ പറഞ്ഞു, ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും, 10 മണിക്കൂർ പ്രാർത്ഥിക്കുന്നു പറഞ്ഞിട്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഉറങ്ങണം, എനിക്ക് ഉറങ്ങാൻ തോന്നുന്നു. ഇവിടെ ഇരുന്ന് ഈശോയുടെ അവിടെ പോയി കിടന്ന് 11:45 വരെ ഉറങ്ങി. അത് കഴിഞ്ഞപ്പം എൻ്റെ ആങ്ങളെ വിളിച്ചു, ഇച്ചിരി എന്തെങ്കിലും വെള്ളം എന്തെങ്കിലും കുടിക്കി, പഴമൊക്കെ എടുത്ത് തന്നു. അതൊക്കെ തിന്നു. പിന്നെ ഇവിടെ തന്നെ കിടന്നുറങ്ങി. അങ്ങനെ എൻ്റെ ഉറക്കം വരെ ഇവിടെ ഈശോ എനിക്ക് പൂർണ്ണമായിട്ടും തന്നിട്ട് എന്നെ വീട്ടിൽ പറഞ്ഞു വിട്ടേ. വീട്ടിൽ ചെന്നു. 2 മാസമായിട്ട് കുഞ്ഞുങ്ങളാ ചേട്ടാക്കി ചോറൊക്കെ എടുത്ത് അവർക്ക് ആവണ പോലെ അവരെടുത്ത് കൊടുക്കും. അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരുന്നത്. എൻ്റെ ഈശോയെ എനിക്ക് ആകെ ഒരു ആഗ്രഹം, കുഞ്ഞുങ്ങൾക്ക് ചേട്ടന് ഇച്ചിരി ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് നേരിട്ട് നടന്ന ആളൊരു സഹായം തരണേ. അന്ന് ഞാൻ വീട്ടിൽ ചെന്ന് തന്നെ കുളിച്ചു, കഞ്ഞി അടുപ്പത്തിട്ടു, കറിയും വെച്ചു. സന്ധ്യയായപ്പോൾ മക്കൾക്കും എല്ലാവർക്കും വിളമ്പി കൊടുത്തു. അന്ന് തൊട്ട് ഇന്ന് വരെ ഒരു ഗുളികയായിട്ട് ഞാൻ തൊട്ട് നോക്കിയിട്ടില്ല. ഈശോയുടെ എണ്ണയാണ് ഈ 2 കാലേനും തേക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ഈ അനുഗ്രഹം ലോകം മുഴുവൻ അറിയട്ടെ. എല്ലാ വേദനിക്കുന്നവർക്കും എന്നെല്ലാവാവുന്ന വിധം ഞാൻ ഈശോയുടെ മുന്നിൽ പ്രാർത്ഥിക്കും. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും അച്ഛൻ എന്ന് പറഞ്ഞാൽ തൊട്ടപ്പത്തേക്കും ഞാൻ പറഞ്ഞില്ലേ ഷോക്കടിക്കുന്ന പോലെ എൻ്റെ മേത്തേക്ക് തിരുമണ മാതിരി. അപ്പം എല്ലാവിധ അനുഗ്രഹങ്ങളും നന്ദി അറിയിക്കുന്നു. അച്ഛനോട് 50 ആഴ്ച വരാൻ പറഞ്ഞു. ഈശോയെ 50 അല്ല, എന്നെ കൊണ്ട് സാധിക്കുന്നത്രോളം എൻ്റെ കാലുകൾക്ക് ബലമുള്ള കാലം മുഴുവൻ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കും. ഈശോയെ നന്ദി. ഈശോയെ കരമടിച്ച് കർത്താവിന് നന്ദി പറയാൻ പ്രിയപ്പെട്ടവരെ. കഴിഞ്ഞ വ്യാഴാഴ്ചയൊക്കെ ഈ സഹോദരി മലമൂത്ര വിസർജനം പോലും കിടന്നുകൊണ്ട്, ഇങ്ങനെയാണ് അച്ഛനോട് പറഞ്ഞത്, ചെയ്തുകൊണ്ടിരുന്ന ഒരു അവസ്ഥയിൽ നിന്നാണ് ഈ വ്യാഴാഴ്ച ഇവിടെ നിൽക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് ഒരു നിമിഷം കൊണ്ട് കർത്താവ് തൻ്റെ വചനം അയച്ച് തൻ്റെ കരം നീട്ടി കർത്താവ് സുഖപ്പെടുത്തിയതിനെ ഓർത്ത് നമുക്ക് കൈയടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. അതിൻ്റെ സർജറിയുടെയൊക്കെ സജസ്റ്റ് ചെയ്തിട്ടുള്ള ഇവരെ അഡ്മിറ്റ് ചെയ്തിരുന്നത് ന്യൂറോ സർജറിയുടെ KG ഹോസ്പിറ്റലിൻ്റെ ന്യൂറോ സർജറിയുടെ ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു. കർത്താവ് സുഖപ്പെടുത്തി. മനുഷ്യന് അസാധ്യമായത് കാറ്റും കടലും ശാന്തമായത് യേശുനാമത്തിൽ, പാപം നീങ്ങി സൗഖ്യം നേടിയ യേശുനാമത്തിൽ. എൻ്റെ പേര് ലൈജി. ഞാൻ നടുവിൽ ഇടവകയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു സൗഖ്യത്തെപ്പറ്റി സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഹസ്ബൻഡ് 2015 ആൻജിയോപ്ലാസ്റ്റി ചെയ്തതായിരുന്നു. ഈ കഴിഞ്ഞ ജൂൺ 22-ാം തീയതി വീണ്ടും വിഷമം ഉണ്ടാവുകയും ഞങ്ങൾ കണ്ണൂർ കോയിലി ഹോസ്പിറ്റലിലോട്ട് പെട്ടെന്ന് എത്തിക്കുകയും അവിടെ ചെന്നപ്പം എക്കോയൊക്കെ ചെയ്തപ്പം പമ്പിങ് തിയറിയില്ല, ക്രിട്ടിക്കലാണ്, ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഡോക്ടർ പറഞ്ഞു. ആൻജിയോഗ്രാമും കുറച്ച് കഴിഞ്ഞത്തേക്കും ചെയ്തു കഴിഞ്ഞപ്പം മുഴുവൻ ബ്ലോക്കാണ്. ഹാർട്ടിൻ്റെ വലതു ഭാഗത്തായിരുന്നു നേരത്തെ ചെയ്തിരുന്നത്. ഇപ്പോൾ ഇടതു ഭാഗത്ത് 4 വലിയ ബ്ലോക്കാണ് വന്നേക്കുന്നത്. അവിടെ നിന്നും ചെറിയ ബ്ലോക്കുകൾ വേറെ ഉണ്ട്.
അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റിയല്ല, ഈ അവസ്ഥയിൽ ഒന്നും ചെയ്യാൻ പറ്റിയെന്ന് ഡോക്ടർ പറഞ്ഞു. ഡോക്ടർ നിർദ്ദേശപ്രകാരം തന്നെ ഞങ്ങൾ അവിടുന്ന് കൊയിലിൽ നിന്ന് മിംസ് ഹോസ്പിറ്റലിലോട്ട് മാറി. മിംസ് ഹോസ്പിറ്റലും അവിടുന്ന് ICU ആംബുലൻസ് വന്നിട്ടാണ് പുള്ളിയെ അങ്ങോട്ടേക്ക് മാറ്റിക്കൊണ്ട് പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞ് ICU തന്നെയായിരുന്നു. ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റിയല്ല, അപ്പോൾ തൊടാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഉള്ളത്, ഒന്നും ചെയ്യാൻ പറ്റിയെന്ന് ഡോക്ടർ പറഞ്ഞു. പിന്നെ അവിടെ കടന്ന് ശനിയാഴ്ച വൈകുന്നേരമാണ് ഞങ്ങൾ മിംസിൽ ചെല്ലുന്നത്. ശനിയാഴ്ച രാത്രി 1 മണിയൊക്കെയാകുമ്പോഴേക്കും വീണ്ടും നില കുറച്ചുകൂടി വഷളായി. അവിടുന്ന് പെട്ടെന്ന് വെന്റിലേറ്ററിലോട്ട് മാറ്റുമ്പോൾ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു മാറ്റുന്ന സമയം എന്തും സംഭവിക്കാം, ഞങ്ങൾക്ക് ഒരു ശതമാനം പോലും പ്രതീക്ഷയില്ല, അഥവാ ഇനി മാറ്റാൻ പറ്റിയാൽ തന്നെ അവിടെ ഞങ്ങൾക്ക് 1% പോലും പ്രതീക്ഷയില്ലെന്ന് ഡോക്ടർമാർ ഞങ്ങളോട് പറഞ്ഞായിരുന്നു. അപ്പോൾ രാത്രി 1 മണിയായപ്പോൾ മാറ്റി. ഞായറാഴ്ച ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ചേച്ചി ഇവിടെ സ്ഥിരമായിട്ട് വരുന്നതാണ്, അച്ഛൻ്റെ അടുത്ത് ഇവിടെ വന്ന് പ്രാർത്ഥന കൂടുകയൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ചേച്ചി അച്ഛനെ വിളിച്ചപ്പോഴേ അച്ഛൻ ഫോൺ എടുത്തു. അപ്പോൾ ചേച്ചി ഇങ്ങനെ കരഞ്ഞോട് കാര്യങ്ങളൊക്കെ അച്ഛനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അച്ഛൻ കുറച്ച് സമയം പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ പറഞ്ഞു ഈ നിമിഷം മുതൽ പുള്ളി സൗഖ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. പിന്നെ കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അച്ഛൻ യൂട്യൂബിലുള്ള ലിങ്ക് ഞങ്ങൾക്ക് ഇട്ട് തന്നു, എല്ലാവരും കുടുംബാംഗങ്ങൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ആയത്തേക്കും പുള്ളിയെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി. അവിടുന്ന് പിന്നീട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല, പക്ഷേ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ ആയിട്ടില്ലായിരുന്നു. അപ്പോൾ ഡോക്ടർ പിറ്റേ ദിവസം ഞങ്ങളെ വിളിച്ചപ്പോഴും ഞങ്ങളോട് പറഞ്ഞത് കിഡ്നി പോയി, പ്രഷർ ഭയങ്കരമായിട്ട് കുറയുവാണ്, ക്രിയാറ്റിൻ്റെ അളവ് ഒരുപാട് കൂടുതൽ, അപ്പം ഡയാലിസിസ് തുടങ്ങേണ്ട വരും എന്ന് പറഞ്ഞു. അത് ചിലപ്പം കുറച്ച് നാൾ ചെയ്താൽ മതിയായിരിക്കും, ചിലപ്പം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ടി വരും ആ അവസ്ഥയിൽ. അപ്പോൾ അവരൊന്നും ചെയ്യാൻ പറ്റിയ എന്നുള്ള അവസ്ഥ തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് മംഗലാപുരത്തേക്ക് മാറ്റാൻ വേണ്ടി തീരുമാനിക്കുകയും മംഗലാപുരത്തേക്ക് AJ ഹോസ്പിറ്റലിലോട്ട് ഞങ്ങൾ വെന്റിലേറ്റർ ICU ഉള്ള ആംബുലൻസിന് ഞങ്ങൾ പോകാൻ തീരുമാനിച്ച് പുള്ളിയെ ആംബുലൻസിൽ കയറ്റി ഞങ്ങൾ പോകും. ഞങ്ങൾക്ക് ഡോക്ടറും നഴ്സും കൂടെ വേണം ഞങ്ങൾ പറഞ്ഞായിരുന്നു, കാരണം പോകുന്ന വഴിക്ക് എന്തെങ്കിലും ക്ഷീണം വരുമോ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രശ്നമാവുമല്ലോ. അപ്പോൾ അങ്ങനെ പറഞ്ഞു. പക്ഷേ ഞങ്ങൾ വണ്ടി വിടാൻ നേരത്താണ് മെയിൻ നേഴ്സ് വന്ന് ഞങ്ങളോട് പറയാണ് ഡോക്ടർ ഇല്ല, ഞാനാണ് നിങ്ങളുടെ അടുത്ത് ഉള്ളത്, ഞാൻ എല്ലാം ചെയ്യുന്നതാണ്, നമുക്ക് ഇതിലും കൂടുതൽ ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു അടുത്ത ഹോസ്പിറ്റലിലോട്ട് നമുക്ക് കയറും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്കത് കേട്ടപ്പോൾ തന്നെ പേടിയാണ്, ഡോക്ടർ കൂടെ ഇല്ലല്ലോ എന്നൊരു വിഷമം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അന്നേരം പോകുന്ന വഴിക്ക് തന്നെ. പിന്നെ എൻ്റെ മോളും ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. അപ്പോൾ മോള് കേട്ടില്ലായിരുന്നു, ഈ ഡോക്ടർ ഇല്ലെന്ന് പറയുന്നത് മോള് കേട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് പുറപ്പെട്ടു. കാസർഗോഡൊക്കെ എത്താനായപ്പം പുള്ളിക്കാരന് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഫ്രണ്ടിലായിരിക്കുന്നത്, ബാഗത്ത് ഇവരുമായിട്ട് ഞങ്ങൾക്കൊരു ബന്ധമില്ല, അവിടെ നേഴ്സും ഇവരും മാത്രമേ ഉള്ളൂ. അന്നേരം വെള്ളം കുടിക്കാൻ വേണ്ടി വണ്ടി ഒന്ന് സ്ലോ ആക്കാൻ പറഞ്ഞാണ്ട് ഷട്ടർ കുറച്ച് താത്തിയപ്പോൾ എൻ്റെ മോള് തിരിഞ്ഞു നോക്കിയപ്പം അവൾ ഡോക്ടറെ കണ്ടെന്ന് അവൾ പറഞ്ഞു. എന്നോട് പറഞ്ഞു അമ്മേ ഡോക്ടർ നല്ല ഡോക്ടറുണ്ട് കൂടെയുണ്ട്, ഞാൻ കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ ഓർത്ത് ഡോക്ടർ ഇല്ലെന്ന് പറഞ്ഞല്ലോ, പിന്നെ ഇവളോട് പറഞ്ഞു അവൾക്ക് കൂടുതൽ പേടിയാവുമല്ലോ എന്നോർത്ത് ഞാൻ മിണ്ടിയില്ല അന്നേരം. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ AJ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞിട്ട് ഇവിടെ ബാക്ക് വശം ആംബുലൻസ് തുറന്ന് ഇവളെ മോളെന്നോട് പറഞ്ഞു ആ ഡോക്ടറെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു മോളെ ഡോക്ടർ ഒന്നും ഇല്ലായിരുന്നു, ഇങ്ങനെ നേഴ്സേ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവൾ പറഞ്ഞു അല്ല ഞാൻ ഡോക്ടറെ കണ്ടതാ, നല്ല കട്ടി മീശയൊക്കെ ആയിട്ട് വെളുത്ത് സുന്ദരനോ ഡോക്ടർ, റോസ് ഷർട്ടൊക്കെ ഇട്ട് ഞാൻ കണ്ടതാ, പപ്പയുടെ അടുത്തിരിക്കുന്നത് ഞാൻ കണ്ടതാന്ന് പറഞ്ഞു. അന്നേരം ഞാൻ അവളോട് പറഞ്ഞു നീ അങ്ങനെ കണ്ടെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ അത് ഈശോയായിരിക്കും, ഈശോ നമ്മുടെ കൂടെ ഉണ്ടെന്ന് നമ്മളെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഈശോ വന്നതായിരിക്കും, നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ ഈശോ തന്നെ അത് കണ്ടേക്കുന്നത് ഞാൻ അവളോട് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ചെന്നു സർട്ടിഫിക്കറ്റൊക്കെ കൊടുത്തു കഴിയുമ്പം അവിടുത്തെ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു ഈ അവസ്ഥയിൽ ഈ പുള്ളിയെ ഒരു ആശുപത്രിയിൽ എടുക്കുകയില്ലാന്ന് പറഞ്ഞു, കാരണം ഓപ്പറേഷൻ അങ്ങ് അത്രയും ക്രിട്ടിക്കലായിട്ടാണ് പുള്ളി ഉള്ളത്. അപ്പം അവിടെ അവർ അഡ്മിറ്റ് ചെയ്തു. ഞങ്ങളവിടെ 26-ാം തീയതി അവിടെ എത്തി. 5-ാം തീയതി പുള്ളിക്ക് ഓപ്പറേഷൻ നല്ല സക്സസ് ആയിട്ട് നടന്നു. ക്രിട്ടിക്കലാന്ന് ഡോക്ടർ പറഞ്ഞു, ഹൈ റിസ്ക് ഓപ്പറേഷൻ ആണെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഈശോയിൽ ഞങ്ങൾ ഉറച്ചു വിശ്വസിച്ചു. അച്ഛൻ ഞങ്ങളോട് പ്രത്യേകമായിട്ട് പറഞ്ഞിരുന്നു, അച്ഛൻ്റെ വാക്കിലും ഈശോയിലുള്ള ഞങ്ങളുടെ വിശ്വാസവും ഞങ്ങൾ ഉറച്ചു വിശ്വസിച്ചു, ഞങ്ങൾക്ക് ഒന്നും സംഭവിക്കുകയില്ല ഒന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിച്ചിലൂടെ പുള്ളിക്ക് പരിപൂർണമായിട്ട് സൗഖ്യം കിട്ടുകയും ഓപ്പറേഷൻ വിജയകരമായിട്ട് നടക്കുകയും ചെയ്തു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, മരണത്തിൻ്റെ ഇരുൾ വീണ താഴ്വരയിൽ നിന്ന് കർത്താവ് തൻ്റെ മക്കളെ വീണ്ടും ജീവനിലേക്ക് പിടിച്ചു നടത്തുന്നു. അതായത് വെന്റിലേറ്ററിലേക്ക് ഈ സഹോദരനെ മാറ്റുമ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞത് 1% പോലും പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞാണ് വെന്റിലേറ്ററിലേക്ക് മാറ്റുന്നത്. അതിനുശേഷമാണ് ഇവർ യൂട്യൂബിലുള്ള രോഗസൗഖ്യ ആരാധന, ഈ സഹോദരന് കൂടാൻ പറ്റുന്ന സമയമല്ല, വീട്ടുകാരെല്ലാവരും ഒരുമിച്ചിരുന്ന്
ഇരുന്ന് യൂട്യൂബിലുള്ള പ്രയർ ഫോർ ദ സിക്ക് അറ്റൻഡ് ചെയ്ത് പ്രാർത്ഥിച്ചു. യേശുനാമം വിളിച്ച് പ്രാർത്ഥിച്ചു. കരുണയിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചു. 1% പോലും സാധ്യതയില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് കർത്താവ് ഇവിടെ 100% അല്ല, മുഴുവനായിട്ട് 100% ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നതിനെ ഓർത്ത് നമുക്ക് കൈയടിച്ച് കർത്താവിനെ നന്ദി പറയാം. ഉറക്കെ വിളിക്കാം. ഈശോയേ, അന്തർ കണ്ടതും കേട്ടതും യേശുനാമത്തിൽ, മരണം തോറ്റതും ലാസറുയർത്തതും യേശുനാമത്തിൽ. എൻ്റെ പേര് ബെറ്റീന. ഞാൻ പുറവേലിടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ വലത്തെ മൂക്കിൽ ദശ വളരുന്നുണ്ടായിരുന്നു. അതോടൊപ്പം 1 വർഷമായി ഇടയ്ക്കിടയ്ക്ക് ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ ഡോക്ടറെ ചെന്ന് കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തായാലും സർജറി ചെയ്ത് കറക്റ്റ് ചെയ്യണം. ആ സമയം പപ്പയും മമ്മി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. അതോടൊപ്പം അച്ഛനെ കാണുകയും ചെയ്തു. അപ്പോൾ അച്ഛൻ പറഞ്ഞു നാട്ടിൽ വരുന്ന സമയത്ത് അച്ഛനെ കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ 2 ആഴ്ച മുൻപേ ഞാനിവിടെ വരികയും പ്രാർത്ഥിക്കുകയും അച്ഛനെ കാണുകയും ചെയ്തു. അച്ഛൻ ഉമിനീർ തൊട്ട് എൻ്റെ മൂക്കിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അതോടൊപ്പം 48 മണിക്കൂർ ആരാധന, 7 ദിവസത്തേക്ക് എല്ലാ ദിവസവും കൂടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരാഴ്ചയ്ക്ക് ശേഷം ഞാൻ പോയി സ്കോപ്പ് ചെയ്തു. ഡോക്ടറെ കണ്ടു. അപ്പം ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ സർജറി ചെയ്യേണ്ടതായ ഒരു ആവശ്യവുമില്ല, 1 ആഴ്ചത്തേക്ക് നേസൽ സ്പ്രേ യൂസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. എനിക്ക് രോഗസൗഖ്യം നൽകിയ ബന്ധത്തിനായി ഈശോയ്ക്കും ആവിലായിലെ അമ്മ ത്രേസ്യയ്ക്കും കർമ്മല മാതാവിനും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാഫ്സൻ അച്ഛനും 1000 നന്ദി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നതിന് ബദലായിട്ട് 48 മണിക്കൂർ റിട്രീറ്റ്, 48 hours റിട്രീറ്റ് എന്ന യൂട്യൂബിലുള്ള വചന ശുശ്രൂഷ കേട്ട് പ്രാർത്ഥിച്ചു. വചനം മൂക്കിലേക്ക് അങ്ങോട്ട് ചെന്നു. മൂക്കിലുണ്ടായിരുന്ന ദശ വചനം എടുത്തു മാറ്റി. കരമടിച്ച് കർത്താവിന് അവർക്ക് വിളിക്കാം. ഈശോയേ, യേശുവെ നന്ദി, യേശുവെ സ്തുതി. എനിക്ക് 2.5 വർഷമായിട്ട് കാലിൻ്റെ കണ്ണയ്ക്കും കാലിൻ്റെ അസ്ഥിക്കും പൊട്ടലുണ്ടായിരുന്നു. 2.5 വർഷമായി ഞാൻ തിരുമാൻ പോവുകയും എരുമാട് പോയി കെട്ടിയൊക്കെ ചെയ്ത് 2.5 വർഷമായിട്ട് എനിക്ക് വേദന സഹിക്കാൻ മേലാതെ നടക്കുകയായിരുന്നു. എന്തൊക്കെ ചെയ്തിട്ടും എനിക്ക് വേദന മാറിയില്ലായിരുന്നു. പിന്നെ എനിക്ക് തലവേദനയെല്ലാമായിട്ട് ഇങ്ങനെ വേദനയായിട്ട് വന്നിട്ട് പിന്നെ അച്ഛൻ്റെ അടുക്ക വന്ന് കഴിഞ്ഞ ആഴ്ച പ്രാർത്ഥിച്ച്. മോളി എന്നാണ് ഈ സഹോദരിയുടെ മോളി എന്നായിരുന്നു. മോളി എന്നല്ല, സഹോദരിയുടെ പേര്. കണിച്ചാറാണ് വീട്, കേളകത്താണ് വീട്. 2.5 വർഷമായിട്ട് കാലിൻ്റെ ഉപ്പൂറ്റിയുടെ പാദത്തിൻ്റെ അവിടെയുള്ള അസ്ഥിയൊക്കെ പൊട്ടിയിട്ട് എരുമാട് പോവുകയും വെച്ച് കെട്ടുകയൊക്കെ ആയിട്ട് 2.5 വർഷമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കർത്താവ് കഴിഞ്ഞ എന്നവിടെ വന്നത് 3 ആഴ്ചയായിട്ട് വരുന്നു. ഇപ്പോൾ നടക്കുമ്പോഴുള്ള വേദനകളൊക്കെ മാറി. ഇപ്പോൾ തലയുടെ വേദനയും കാലിൻ്റെ വേദനയൊക്കെ മാറി. ഒരാളുടെ സഹായം കൂടാതെ തന്നെ ഇവിടെ വന്ന് നിൽക്കാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് ഈശോ സുഖപ്പെടുത്തിയതിനെ ഓർത്ത് നമുക്ക് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഉറക്കെ വിളിക്കാം. ഈശോയേ.